ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ചെറിയ വ്ലോഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ കോഴിക്കോട് കക്കയം റോഡിലെ കരിയാത്തുംപാറ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നമുക്ക് ഏതായാലും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നമുക്ക് ഏതായാലും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം കുറച്ച് നേരമായിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം പോകാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ദൂരം പോയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ഉണങ്ങിയ മരങ്ങൾക്കിടയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും അവിടേക്ക് പോയി നോക്കാം. അപ്പോൾ ഇനി ഒരു 5 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കരിയാത്തുംപാറ എന്ന് പറഞ്ഞ സ്പോട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണിത്. ഇപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരിക. സ്ഥലം നമ്മുടെ കോഴിക്കോട് കക്കയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ നമുക്ക് ഏതായാലും നടന്ന് ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ ഏതായാലും നടന്നിതാ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഏതായാലും നൈസായിട്ടൊന്ന് നടന്നു പോവാം. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ നടുക്കിലൂടെ ഒരു പുഴ ഒഴുകുന്നത് ഈ ഒരു സ്ഥലത്തിൽ കൂടുതൽ ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ചെറിയ കല്ലുകളും പാറക്കഷ്ണങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും കുറച്ചുകൂടി ദൂരേക്ക് നടന്നു നോക്കാം. ഈ ഒരു അരുവി ക്രോസ് ചെയ്യണം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു പാലത്തിലൂടെ അത് ക്രോസ് ചെയ്ത് പോവാം. നമ്മൾ ഏകദേശം ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു പ്ലേസിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം അത്യാവശ്യം നല്ലൊരു പുഴ പോലെയാണ് ഒഴുകുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഏകദേശം കുറച്ച് പാറക്കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മുഴുവനായിട്ടൊരു പുഴയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നടന്നു പോവാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടം കണ്ടു. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഫോട്ടോസിനായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഒരുപാട് പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ളൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ കോഴിക്കോടിലുള്ള പലവർക്ക് പോലും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയില്ല. അപ്പോൾ എല്ലാവരും കോഴിക്കോടിൻ്റെ ഊട്ടി എന്ന് പറയുന്ന ഈ ഒരു കരിയാത്തുംപാറയിലേക്ക് വരാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വ്ളോഗ് ഏകദേശം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഏകദേശം ഈ ഒരു സ്ഥലത്തെ കുറച്ച് വീഡിയോസ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഇട്ട് തരാം. അപ്പോൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കും അതേപോലെ വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും ഏകദേശം വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഏതായാലും കോഴിക്കോട് ടൗണിൽ പോയിട്ട് ഫുഡ് കൂടി കഴിച്ചിട്ട് മടങ്ങാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താൻ പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ബൈ.